പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്മാർക്ക് പ്രാതിനിധ്യം നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അംഗീകരിക്കാനാകില്ലെന്ന് സി.പി.എം ജനറൽ സെക്രട്ടറി എം.എ. ബേബി. രാജീവ് ചന്ദ്രശേഖർ വെറുതെ ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ലെന്നും അഴിമതി ചെയ്തത് ആരാണെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കണമെന്നും സി.പി.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്ററും ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്മാർക്ക് പ്രാതിനിധ്യം നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ജനാധിപത്യ വിരുദ്ധമെന്ന് സി.പി.എം ജനറൽ സെക്രട്ടറി എം.എ. ബേബി വ്യക്തമാക്കി. വിഴിഞ്ഞത്ത് നരേന്ദ്രമോദി നടത്തിയത് തീർത്തും രാഷ്ട്രീയ പ്രസംഗമാണെന്നും എം.എ. ബേബി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വം ആ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണേണ്ടത്. ഇന്ന് ഞാൻ ചില പത്രങ്ങളിൽ വായിച്ചു, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളിലെല്ലാം അതാത് സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ നേതാക്കന്മാരെ കൂടി പങ്കെടുപ്പിക്കുന്നതിന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ചില ഉദാഹരണങ്ങളൊക്കെ ഇന്നത്തെ പത്രങ്ങളിൽ നിങ്ങളുടെ സഹപ്രവർത്തകരാണല്ലോ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്, അവർ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്ത് പിന്തുടരാറുള്ള ചില ഉയർന്ന ജനാധിപത്യ മൂല്യങ്ങളുണ്ട്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള ചുമതലകളിരിക്കുന്നവർ അവരുടെ ഉത്തരവാദിത്വം രാഷ്ട്രീയ അതീതമായി ആണ് കാണേണ്ടത്. സ്വന്തം പാർട്ടിയെ അവിടെ പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കുന്നതിന് ഒരു വ്യഗ്രത കാട്ടുക. രാജീവ് ചന്ദ്രശേഖർ വെറുതെ ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ലെന്നും അഴിമതി ചെയ്തത് ആരാണെന്ന് രാജീവ് വ്യക്തമാക്കണമെന്നും സി.പി.ഐ.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. തോന്നുന്നത് പോലെ എന്തെങ്കിലും വിളിച്ചു പറയരുത്. സി.പി.ഐ.എമ്മും കോൺഗ്രസും ഒരുപോലെ അഴിമതിക്കാരാണെന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസും സി.പി.ഐ.എമ്മും ഒരുപോലെ അഴിമതിക്കാരാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. തോന്നിയാസം പോലെ എന്തെങ്കിലും വിളിച്ച് പറയല്ല വേണ്ടേ, വസ്തുത വേണം. തികച്ചും തെറ്റായ നിലപാടാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എടുത്ത സമയം. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.